ടാടാ അധികം വിളച്ചിലെടുക്കല്ലേ. ജ്യേഷ്ഠന്റെ മോനാണെന്ന് ഞാൻ നോക്കില്ല. ചവിട്ടി നിന്റെ നാട്ടിൽ ഞാൻ എടുക്കും. അതിലെനിക്ക് താല്പര്യമില്ല. എന്റെ ബിസിനസ്സിൽ ഒരു മുതലാളി മതി, അത് ഞാനായിരിക്കണം. അതെ, പാപ്പയും ഉമ്മയും എന്റെ കൂടിയാണ്. പക്ഷെ എന്റെ മാത്രമല്ലല്ലോ, സാധ്യമല്ല. മുതലുള്ളവൻ മുതലാളിയാ, അതില്ലാത്തവൻ എടപ്പാളി. മലയാളിയാ. എടി, നീ ഇംഗ്ലീഷ് പറഞ്ഞ് പേടിപ്പിക്കല്ലേ. ഇത് കേരളത്തിൽ നിന്ന് മനാഫ വിളിക്കുന്നത്. പാപ്പയും ഉമ്മയും നമ്മുടേത് മാത്രമല്ലല്ലോ, അവന്റേത് കൂടിയല്ലേ. ഞങ്ങളോട് വിസക്ക് വാങ്ങിയ അഡ്വാൻസ് തുകയും പാസ്പോർട്ടും തിരിച്ചു വേണം. കാര്യം വെച്ചാ പറയും, തിരക്കുണ്ട് ഇന്ന് പള്ളി കമ്മിറ്റി ക്ലാസ്സാ. എന്റെ പൊന്നു മുതലാളി, എന്റെ വായേന്ന് അറിയാതെ ഒരു സംശയം അങ്ങോട്ട് വീടുപോയി. ദേ ഞാൻ ഇങ്ങോട്ട് തിരിച്ചെടുക്കാൻ ചെയ്തു. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഫോൺ ചെയ്യണ്ടേ വീരപ്പ? അതിനെന്തിനാ ഞാന്? അനക്ക് തലച്ചോറില്ലേ? ഇനി അമ്മ കിട്ടാനുള്ള കായ് ഓൻ തരുന്ന എന്താ ഉറപ്പ്? എന്റെ തന്ത്രം വിജയിച്ചു. ഇത്ര നിസ്സാരമായി 1 ലക്ഷം അടിച്ചു മാറ്റാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. സ്വന്തം സുഖത്തിനായി അന്യരെ ദ്രോഹിച്ച് സമ്പാദ്യം കൂട്ടുന്നതെത്രയോ പേർ. സ്വത്തും പ്രതാപവും ഏറെയുണ്ടാകിലും പാവങ്ങൾക്കായൊന്നും ചെയ്യാത്തവർ. ഭൂമിയിൽ ജീവിതം നശ്വരമെന്നോർക്കാതെ സമ്പത്ത് ധൂർത്തടിച്ചിടുന്നവർ. ലൈസ 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 യുൻസബുൽ ഫീലും മുദാരിഉ ഫീ കുല്ലി ഹാലിൻ. പലിശ കുറെ തിരിച്ചടച്ചിട്ടുണ്ട്. പലിശയല്ല, നഷ്ടപരിഹാരം. അതോടുകൂടി നമുക്ക് കിട്ടാനുണ്ടായിരുന്ന കാശിന് പുറമെ നല്ലൊരു പറമ്പും കയ്യിലാവും. പലിശ വാങ്ങിയും കൊടുക്കുകയും ചെയ്യാത്ത ആരാ ഉള്ളത്? എല്ലാവരും അതിന്റെ ആൾക്കാർ. ഇവനോടൊന്നും ഇനി പറച്ചിലല്ല വേണ്ടത്, ആ മുറിയിലിട്ട് കൂട്ടി ചവിട്ടുക. ഇങ്ങനെ പുറത്തിറങ്ങാതെ ഇരുന്നിട്ട് എന്താ കാര്യം? തോറ്റു കൊടുക്കരുത് മുതലാളി. മഹല്ല് ഭരണത്തിന്ന് കള്ളു കുടിയന്മാരെയും പലിശക്കാരെയും ഒഴിവാക്കി നിർത്തണമെന്ന് പറഞ്ഞു. വേണ്ട, ആ കണക്ക് നമുക്ക് പിന്നെ തീർക്കാം. ഒരു സക്കാത്ത് കമ്മിറ്റി എന്നാടാ ഈ സക്കാത്ത് കമ്മിറ്റി ഉണ്ടായത്? പിന്നെ മഹാന്മാരായ 2 മക്കൾക്ക് ജന്മം നൽകിയ 2 പാവം മനുഷ്യരുണ്ട് അവിടെ നരകിച്ച് കഴിയുന്നു. അവരറിയാതെ ഒന്ന് പ്രാർത്ഥിച്ചു പോയാ തകർന്ന് വീഴും നിന്റെയൊക്കെ സ്വപ്ന സാമ്രാജ്യം. എന്റെ ജ്യേഷ്ഠനായി വന്ന് എന്നെ ഭരിക്കാനുള്ള പൂതി തൽക്കാലം വെള്ളം ഒഴിച്ചാൽ കെടുത്തുന്നതായിരിക്കും. കെട്ടിത്തൂങ്ങി ചാവ്. സ്ഥാപനത്തിന് നഷ്ടത്തിലുള്ള കണക്കല്ല എനിക്ക് കേൾക്കേണ്ടത്. മയ്യത്ത് മറമാടാൻ 3-4 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കയ്യിൽ നിന്ന് 50,000 രൂപ എണ്ണി വാങ്ങുമ്പോൾ എവിടെയായിരുന്നു ഈ ആധാരം? സ്നേഹവും സൗഹൃദം പൂവിട്ടു നിന്നൊരാ പോയ കാലം ഇന്നോർത്തിടുന്നു. സമ്പത്ത് വന്നു അഹങ്കാരമേറി പഴയതെല്ലാം പാടെ മറന്നിടുന്നു. ഉമ്മനാജി, എന്റെ മോനെ ഇറക്കി വിട്.